Students, today we were going to discuss about the branches of zoological science. So, നമ്മൾ zoology നിങ്ങൾക്ക് എന്താണെന്നൊക്കെ അറിയാം അല്ലേ? നമുക്ക് നോക്കാം എന്താണ് zoology. Zoology is the branch of biology that studies the animal kingdom, including the structure, embryology, evolution, classification, habits, and distribution of all animals, both living and extinct, and how they interact with their ecosystems. അതായത് നമ്മൾ ഇപ്പോൾ ലീവ് ചെയ്യുന്നതും അതുപോലെ തന്നെ എക്സ്റ്റിങ്ക്റ്റ് ആയി പോയ അനിമൽസിൻ്റെ എല്ലാ അനിമൽസിൻ്റെയും നമ്മുടെ ഭൂമിയിലുള്ള എല്ലാ അനിമൽസിൻ്റെയും അവരുടെ എല്ലാ ആസ്പെക്ട്സും സ്ട്രക്ചർ, എംബ്രിയോളജി, ഇവല്യൂഷൻ, ക്ലാസിഫിക്കേഷൻ, ഹാബിറ്റ്സ് എല്ലാത്തിനെയും കുറിച്ചിട്ട് നമ്മൾ സ്റ്റഡി ചെയ്യുന്ന ഒരു ബ്രാഞ്ച് ഓഫ് ബയോളജിയാണ് എന്ത് സുവോളജി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ കാര്യമായിരിക്കും. പക്ഷേ സുവോളജിക്ക് എന്തുണ്ട്, ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. അപ്പം നമുക്കൊരു അവയർനെസ് കിട്ടാൻ വേണ്ടി ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ആ ബ്രാഞ്ചസ് എന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടോപ്പിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സുവോളജി എന്ന് പറയുന്ന വേർഡ് ഒറിജിനേറ്റ് ചെയ്തത് രണ്ട് ഗ്രീക്ക് വേർഡ് ആണ്. ദേ ആർ zoion, which means animal, and logos, which means knowledge or study. So zoology means study of animals അല്ലെങ്കിൽ knowledge about animals. So we can look at what are the branches of zoology. So first of all, zoography, second comparative anatomy, animal physiology, behavioral ecology, evolutionary biology, molecular biology, paleontology, systematics, cladistics, phylogenetics, biogeography, taxonomy, ethology, invertebrate zoology, vertebrate zoology, soil zoology, mammalogy, biological anthropology, animal science, astrobiology, mammalogy. So, ഒരുപാട് ബ്രാഞ്ചസിനെ കുറിച്ച് പറഞ്ഞില്ലേ? ഇത്രയും ബ്രാഞ്ചസ് ഉണ്ട്. നമുക്ക് എല്ലാത്തിനെ കുറിച്ചിട്ടും എന്താണെന്നൊന്ന് മനസ്സിലാക്കി വെക്കാം. സോ എന്താണ് സൂഗ്രഫി? സൂഗ്രഫി ആ നെയിം തന്നെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. എന്താണ് സൂഗ്രഫി മീൻസ് നമ്മൾ എല്ലാ അനിമൽസിൻ്റെയും അവർ ജീവിക്കുന്ന ചുറ്റുപാട്, അതിനാണ് എന്ത് പറയുന്നത് ഹാബിറ്റാറ്റ്. നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാട്, ഇപ്പം നമ്മളെ എൻവയോൺമെൻറ്റ്, നമ്മളെ ചുറ്റുപാടുള്ള എൻവയോൺമെൻറ്റ് ആണ് എന്തായി നമ്മളെ ഹാബിറ്റാറ്റ്. സോ ലൈക്ക് ദാറ്റ് എല്ലാ അനിമൽസിൻ്റെയും എന്താണ് അവർ ഹാബിറ്റാറ്റിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്ന ഒരു ബ്രാഞ്ച് ഓഫ് സുവോളജിയാണ് zoography. Okay. Next one, comparative anatomy. Comparative anatomy is studies the structure of animals. Animalsന്റെ സ്ട്രക്ചറിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്ന ഒരു ബ്രാഞ്ച് ഓഫ് സുവോളജിയാണ് comparative anatomy. Third one, animal physiology. Animal physiology എന്താന്ന് വെച്ചാൽ ഇപ്പം നമുക്കറിയാം നമ്മളെ ബോഡിയുടെ ഉള്ളിൽ ഒരുപാട് സിസ്റ്റംസ് ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. ലൈക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, സർക്കുലേറ്ററി സിസ്റ്റം. അപ്പോൾ ഈ സിസ്റ്റംസ് ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്ക് ഒരുപാട് ഫിസിയോളജിക്കൽ പ്രോസസ്സുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ആനിമൽസിൻ്റെ ഉള്ളിലുള്ള ഇതുപോലുള്ള ഫിസിയോളജിക്കൽ പ്രോസസ്സുകളെയും അതിൻ്റെ ഫങ്ഷൻസിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡിയാണ്. അങ്ങനത്തെ അതിനുള്ളൊരു ബ്രാഞ്ച് ഓഫ് ബയോളജിയാണ് എന്ത് അനിമൽ ഫിസിയോളജി. നെക്സ്റ്റ് വൺ, ബിഹേവിയറൽ ഇക്കോളജി. എന്താണ് ബിഹേവിയറൽ ഇക്കോളജി? ബിഹേവിയർ ഇക്കോളജി മീൻസ് ഓരോ ആനിമൽസിൻ്റെ ഒരുപാട് ആനിമൽസ് ഉണ്ട്, അവരുടെയൊക്കെ ബിഹേവിയറിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്നതാണ്. അതിനായിട്ട് ആ ബിഹേവിയറിന് അവരുടെ എക്കോളജിനായിട്ട് വല്ല ബന്ധമുണ്ടോ, അവർ ജീവിക്കുന്ന ചുറ്റുപാടിനായിട്ട് വല്ല ബന്ധമുണ്ടോ, അതിനുള്ള റിലേഷനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്ന ഒരു ബ്രാഞ്ചാണ് ബിഹേവിയറൽ ഇക്കോളജി. നെക്സ്റ്റ് വൺ, എവല്യൂഷണറി ബയോളജി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് എവല്യൂഷൻ അറിയാം അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ ആ എവല്യൂഷനെ, ഓരോ അനിമൽസിൻ്റെ എവല്യൂഷനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്ന ഒരു ബ്രാഞ്ചാണ് എവല്യൂഷണറി ബയോളജി. ദെൻ molecular biology. It studies the common genetic and developmental mechanisms of animals and plants. Animalsന്റെ ആയാലും പ്ലാന്റ്സിന്റെ ആയാലും ഒരുപാട് ജനറ്റിക്കൽ ആൻഡ് ഡെവലപ്മെന്റൽ മെക്കാനിസം, ന്യൂമറസ് മെക്കാനിസംസ് നടക്കുന്നുണ്ട് ഓരോന്നിലും. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യുന്ന ഒരു ബ്രാഞ്ചാണ് മോളിക്കുലർ ബയോളജി. നെക്സ്റ്റ് വൺ, പാലിയന്റോളജി. പാലിയന്റോളജി is study of fossils of the life forms that are now extinct. നിങ്ങൾക്ക് അറിയാം എന്താണ് ഫോസിൽ എന്ന് പറഞ്ഞാൽ? ഫോസിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതല്ല, എക്സ്റ്റിങ്ക്റ്റ് ആയി പോയുള്ള അനിമൽസിനെയോ അല്ലെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഫോസിൽ. സോ ആ ഫോസിൽസിന്റെ സ്റ്റഡിയാണ് എന്ത് പാലിയന്റോളജി. നെക്സ്റ്റ് വൺ, സിസ്റ്റമാറ്റിക്സ്, ക്ലാഡിസ്റ്റിക്സ്, ഫൈലോജനറ്റിക്സ്. ഈ പേരൊക്കെ എന്താണ് ഏകദേശം ഒരേ റേഞ്ചിൽ വരുന്നതാണ്. കാരണം ഇവരൊക്കെ സ്റ്റഡി ചെയ്യുന്നത്, ഈ ബ്രാഞ്ചസ് ഒക്കെ സ്റ്റഡി ചെയ്യുന്നത് ക്ലാസിഫിക്കേഷൻ ആണ്. ഇതിലൊക്കെ സിസ്റ്റമാറ്റിക്സ്, ക്ലാഡിസ്റ്റിക്സ്, ഫൈലോജനറ്റിക്സ്, ബയോജിയോഗ്രഫി, ടാക്സോണമി, ഇതെല്ലാം ആനിമൽസിനെ ഗ്രൂപ്പ് ചെയ്യുക, അതിനെ ക്ലാസിഫൈ ചെയ്യുക. അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ബ്രാഞ്ചസ് ആണ് ഈ പറയുന്ന എല്ലാം. സിസ്റ്റമാറ്റിക്സ്, ക്ലാഡിസ്റ്റിക്സ്, ഫൈലോജനറ്റിക്സ്, ബയോജിയോഗ്രഫി ആൻഡ് ടാക്സോണമി.
നെക്സ്റ്റ് വൺ ഇത്തോളജി. ഇത്തോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ആനിമൽ ബിഹേവിയർ. അപ്പം നമ്മൾ ഒരുപാട് ആനിമൽസിന് നമ്മൾ ചുറ്റുപാടും കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ അവർക്ക് ഓരോ ആനിമൽസിനും ഒരുപാട് ബിഹേവിയറൽ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. നമ്മൾ കാണുമ്പോൾ നമ്മൾ അവർ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം ഒരുപാട് ബിഹേവിയറൽ ചേഞ്ചസ് അവർക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ബിഹേവിയറിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്ന ഒരു ബ്രാഞ്ചാണ് എത്തോളജി. നെക്സ്റ്റ് വൺ ഇൻവെർട്ടിബ്രേറ്റ് സുവോളജി. ഇൻവെർട്ടിബ്രേറ്റ് സുവോളജി മീൻസ് സ്റ്റഡി അബൌട്ട് ഇൻവെർട്ടിബ്രേറ്റ്സ് like fishes, amphibians, reptiles, birds and mammals. Next one, vertebrate zoology. So എന്തായിരിക്കും vertebrate zoology എന്ന് വെച്ചാൽ the study about vertebrates. Next one, soil zoology. Soil zoology means നമ്മളിപ്പോൾ ഒരു ഹാൻഡ് ഫുൾ ഓഫ് സോയിൽ എടുത്താൽ അതിൽ എന്തുണ്ടായിരിക്കും, ഒരുപാട് മൈക്രോ ഓർഗാനിസംസ് ഉണ്ടായിരിക്കും. സോയിൽ മൈക്രോ ഓർഗാനിസംസ് ഉണ്ടായിരിക്കും. അപ്പൊ ന്യൂമറസ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് ഈ സോയിലിൽ ജീവിക്കുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി ചെയ്യുന്ന ഒരു ഏരിയയാണ് soil zoology. Next, mammalogy, biological anthropology, herpetology, ornithology, ichthyology, entomology. ഇതെല്ലാം എന്താണ്, ഓരോ സെപ്പറേറ്റ് ആയ ഡിസിപ്ലിൻസ് ആണ്. എന്റമോളജി മീൻസ് സ്റ്റഡി ഓഫ് ഇൻസെക്ട്സ്, അങ്ങനെ ഓരോന്നും. ഓർണിത്തോളജി മീൻസ് സ്റ്റഡി ഓഫ് ബേർഡ്സ്. ഓരോന്നും ഒരു സ്പെസിഫിക് ആയുള്ള ഗ്രൂപ്പ്സിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്ന ഏരിയാസ് ആണ്. നെക്സ്റ്റ്, ആനിമൽ സയൻസ്. ഇറ്റ്സ് ബയോളജി ഓഫ് ഡൊമസ്റ്റിക്കേറ്റഡ് ആനിമൽസ്. ആനിമൽ സയൻസ് എന്ന് പറഞ്ഞാൽ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യുന്ന, നമ്മൾ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത് വളർത്തുന്ന ആനിമൽസിന്റെ കുറിച്ചുള്ള സ്റ്റഡി അല്ലെങ്കിൽ അവരുടെ ബയോളജിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡിയാണ് ആനിമൽ സയൻസ്. ദെൻ ആസ്ട്രോബയോളജി ആൻഡ് മെമലോളജി. ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ്. നമ്മളിപ്പോൾ ഒരുപാട് ബ്രാഞ്ചസിനെ കുറിച്ച് പറഞ്ഞു. സൂഗ്രഫി, കമ്പാരറ്റീവ് അനാട്ടമി, ആനിമൽ ഫിസിയോളജി, ബിഹേവിയറൽ ഇക്കോളജി, എവല്യൂഷണറി ബയോളജി, മോളിക്കുലർ ബയോളജി, പാലിയന്റോളജി, systematic statistics, taxonomy, etc. Then ethology, invertebrate zoology, vertebrate zoology, soil zoology, animal science, astrobiology, mammalogy. So, നമുക്ക് നെക്സ്റ്റ് ആയിട്ട് നമുക്ക് എന്താണ് ടാക്സോണമി നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ ടാക്സോണമി എന്നുള്ള ഒരു ബ്രാഞ്ച്. അപ്പൊ എന്താണ് ടാക്സോണമി നോക്കാം. Taxonomy is a theory and practice of grouping individuals into species, arranging species into larger groups and giving those groups names, thus producing a classification. അതായത് നമ്മൾ ഇൻഡിവിജ്വൽസിനെ ഗ്രൂപ്പ് ചെയ്യുക, ഓരോന്നിനെയും സ്പീഷീസ്, പിന്നെ സ്പീഷീസിന്റെ മുകളിലേക്ക് എന്തുണ്ട്, സ്പീഷീസ്, ജീനസ്, ഫാമിലി, നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഗ്രൂപ്പ് ചെയ്തിട്ട് അവർക്ക് ഓരോരുത്തർക്കും സ്പെസിഫിക് നെയിംസ് ഒക്കെ കൊടുത്തിട്ട് അവരെ ക്ലാസിഫൈ ചെയ്യുന്ന ബ്രാഞ്ച് ഓഫ് സുവോളജിയാണ് എന്ത്, ടാക്സോണമി. Or it is a field of science that encompasses description, identification, nomenclature and classification. നിങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളായിരിക്കും ഈ ക്ലാസിഫിക്കേഷൻ. സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം, ഡൊമൈൻ, ലൈഫ്. ഇങ്ങനെ ഓരോ ഓർഗാനിസത്തിനെയും ക്ലാസിഫൈ ചെയ്യുന്ന ഒരു ബ്രാഞ്ച് ഓഫ് സുവോളജിയാണ് ഇത് ടാക്സോണമി എന്ന് പറയുന്നത്. അപ്പോൾ ടാക്സോണമിയിൽ നമ്മൾ ഒരുപാട് എല്ലാ അനിമൽസിനും ക്ലാസിഫൈ ചെയ്തിട്ട് അവർക്കൊക്കെ നെയിംസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എപ്പോഴും അവരുടെ ഡാറ്റാസ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പൊ എന്താണ് സ്കോപ്പ് ഓഫ് ടാക്സോണമി? നമ്മൾ ടാക്സോണമി പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ടാക്സോണമി കൊണ്ടുള്ള ഉപകാരം എന്തൊക്കെയാണ് അതിന്റെ യൂസസ്. സോ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ്, ഇറ്റ് വർക്ക്സ് ഔട്ട് എ വിവിഡ് പിക്ചർ ഓഫ് ദ എക്സിസ്റ്റിംഗ് ഓർഗാനിക് ഡൈവേഴ്സിറ്റി ഓഫ് അവർ എർത്ത് ആൻഡ് ഈസ് ദ ഓൺലി സയൻസ് ദാറ്റ് ഡസ് സോ. അപ്പൊ നമ്മൾ പറഞ്ഞൂലേ, എല്ലാ ഓർഗാനിസത്തിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ക്ലാസിഫൈങ് ഈച്ച് ആൻഡ് എവറി ഓർഗാനിസം. സോ എന്താണ്, നമ്മൾ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എർത്തിന്റെ ഡൈവേഴ്സിറ്റി മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് സയൻസിന് മാത്രമാണ് അങ്ങനെ ചെയ്യാൻ സാധിക്കുള്ളൂ അല്ലെ. സയൻസ് കൊണ്ട് മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ, അങ്ങനെ ഇത്രയും ഓർഗാനിസത്തിനെ നമുക്ക് അതിനെ നെയിം കണ്ടെത്താനും അതുപോലെ തന്നെ ഓരോന്നിനെ ഐഡന്റിഫൈ ആയിട്ട് ഗ്രൂപ്പ് ആക്കാനൊക്കെ സാധിക്കുന്നുള്ളൂ. നിങ്ങളൊക്കെ ന്യൂസ് പേപ്പറിലൊക്കെ കാണുന്നുണ്ടായിരിക്കും, ഓരോ ദിവസം ചെല്ലുന്തോറും ഓരോ സ്പീഷീസിനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്ന ഒരുപാട് ഓർഗാനിസത്തിനെ കുറിച്ചിട്ട് നമുക്ക് എന്താണ് സ്റ്റഡി ചെയ്യാൻ സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഗ്രേറ്റ് വിവിഡ് പിക്ചർ നമുക്ക് ലഭിക്കുന്നുണ്ട്. സെക്കൻഡ്, ഇറ്റ് പ്രൊവൈഡ്സ് മച്ച് ഓഫ് ദ ഇൻഫർമേഷൻ മേക്കിംഗ് ഇറ്റ് പോസിബിൾ ഫോർ ദ റീകൺസ്ട്രക്ഷൻ ഓഫ് ദ ഫൈലോജനി ഓഫ് ലൈഫ്. നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതുവരെ വന്ന ഫൈലോജനി പറയുമ്പോൾ ഒരു നമുക്കിങ്ങനെ എവല്യൂഷൻ വഴി വന്നിട്ടുള്ള ആ ഒരു ഇത്, അതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇൻഫർമേഷൻ ആഡ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നുണ്ട് ടാക്സോണമി വഴി. Next, it reveals various interesting evolutionary phenomena, making them available for casual study by other branches of biology. നമ്മൾ അങ്ങനെ ഗ്രൂപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഇവല്യൂഷണറി ഫിനോമിനെ കുറിച്ചിട്ട് നമുക്ക്
അപ്പോൾ ആ റിവീൽ ചെയ്യുന്നത് നമ്മൾ കൂടുതലായിട്ട് പഠിക്കുന്ന സമയത്ത് റിവീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, അപ്പം നമുക്ക് വേറെയുള്ള ബ്രാഞ്ചസ് ഓഫ് ബയോളജി അതിന്റെ സ്റ്റഡിക്കൊക്കെ വേണ്ടിയിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. Next, almost entirely, it supplies information needed by the various branches of biology. അപ്പോൾ ടാക്സോണമി വഴി നമുക്ക് എന്ത് ചെയ്യാം, വേറെയുള്ള ബ്രാഞ്ചസ് ഓഫ് ബയോളജിക്ക് നമുക്ക് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. It provides name for each kind of organism so that all concerned can know what they are talking about, and such information can be recorded, stored and retrieved when needed. അപ്പോൾ നമുക്കറിയാം, നമ്മൾ എന്താണ് ഹ്യൂമൻസിന്റെ സയന്റിഫിക് നെയിം എന്താണ്, ഹോമോ സാപ്പിയൻസ്. അതുപോലെ ഇപ്പോൾ കോക്കനട്ടിന്റെ സയന്റിഫിക് നെയിം കൊക്കോസ് ന്യൂസിഫറ. അപ്പൊ അങ്ങനെ ഓരോ ഓർഗാനിസത്തിനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നെയിം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് എപ്പോഴും നമുക്ക് സംസാരിക്കുമ്പോൾ നമ്മൾ എന്തിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്, അപ്പൊ അതിനെ കുറിച്ചിട്ടൊക്കെ ഇൻഫർമേഷൻ നമുക്ക് അവൈലബിൾ ആണ്. നമുക്കത് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും, അത് സ്റ്റോർ ചെയ്യാനും നമുക്ക് ആവശ്യമുള്ളതൊക്കെ റിട്രീവ് ചെയ്യാനും സാധിക്കും. അപ്പൊ അതിന് വേണ്ടി ടാക്സോണമി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. എല്ലാ ഓർഗാനിസത്തിനും നെയിം ചെയ്യാനും അതിനെ സിസ്റ്റമാറ്റിക് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. Then it differentiates the various kinds of organisms and points out their characteristics through descriptions, keys, illustrations, etc. എന്ത് ചെയ്യുന്നു, വാരിയസ് കൈൻഡ്സ് ഓഫ് ഓർഗാനിസംസ് ഉണ്ടല്ലേ, അതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കൊരു പുതിയൊരു ജീവിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ കീസ് വഴി അതിനെ ഐഡന്റിഫൈ ചെയ്യാനൊക്കെ ടാക്സോണമി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, it provides classification which are of great heuristic and explanatory values in most branches of biology like biochemistry, immunology, ecology, genetics, ethology, etc. നമുക്ക് അത് ക്ലാസിഫിക്കേഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് അതുകൊണ്ട് തന്നെ അത് വേറെയുള്ള ബ്രാഞ്ചസ് ഓഫ് ബയോളജിയിൽ, ബയോകെമിസ്ട്രിയിലായാലും ഇമ്മ്യൂണോളജിയിലായാലും അതിലൊക്കെ നമുക്ക് ഈ ഇൻഫർമേഷൻസ് യൂസ് ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ്, ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ഇൻ ദ സ്റ്റഡി ഓഫ് ഇക്കണോമിക്കലി ഓർ മെഡിക്കലി ഇമ്പോർട്ടൻറ്റ് ഓർഗാനിസംസ്. അത് വേറെ എന്ത്, നമുക്ക് എല്ലാത്തിനും ഹെൽപ്ഫുൾ ആണ്. അതുപോലെ തന്നെ സ്പെഷ്യലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആയുള്ള ഓർഗാനിസത്തിൻ്റെയും അതുപോലെ തന്നെ മെഡിക്കലി ഇമ്പോർട്ടൻ്റ് ആയുള്ള ഓർഗാനിസത്തിൻ്റെ ഒക്കെ സ്റ്റഡിക്ക് നമുക്ക് ഈ ടാക്സോണമിക്കൽ സ്റ്റഡീസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. It makes important conceptual contributions in population thinking, thereby making it accessible to experimental biologists. Thus contributes significantly to the broadening of biology and to a better balance within biological science as a whole. നമുക്ക് നമ്മൾ ബയോളജിയിൽ ബ്രോഡൻ ഓരോ ദിവസം കൂടുന്തോറും വി ആർ ആഡിങ് ഓർഗാനിസംസ്. നമ്മൾ ബയോളജിയുടെ ആ ഒരു ഇൻഫർമേഷനിൽ ഓരോ ജീവികളെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് നമ്മളുടെ ബയോളജിയുടെ അതിനെ ബ്രോഡൻ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ബയോളജി സയൻസ് നമുക്ക് അതുകൊണ്ട് തന്നെ ബ്രോഡൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ടാക്സോണമി വഴി. സോ നമ്മളിപ്പോൾ എന്താ പറഞ്ഞത്, സ്കോപ്പ് ഓഫ് ടാക്സോണമി ആയിരുന്നു പറഞ്ഞത്. എന്തൊക്കെയാണ് ടാക്സോണമിയുടെ സ്കോപ്പ് എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞു, ബ്രാഞ്ചസ് ഓഫ് സുവോളജി എന്തൊക്കെയാന്ന് പറഞ്ഞു, അതിൽ ടാക്സോണമിയുടെ ഇമ്പോർട്ടൻസ് പറഞ്ഞു. ഓക്കെ, നൗ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സുവോളജിയുടെ സിഗ്നിഫിക്കൻസ്. സുവോളജി നിങ്ങളിപ്പോൾ ഇവിടെ നിങ്ങൾ പഠിക്കുന്നത് നിങ്ങൾക്ക് എന്തിനൊക്കെ വേണ്ടിയിട്ട് എന്താണ് സുവോളജിയുടെ സിഗ്നിഫിക്കൻസ് നമുക്ക് മനസ്സിലാക്കണ്ടേ. ആസ് എ സുവോളജി സ്റ്റുഡൻറ് യു ഹാവ് ടു അണ്ടർസ്റ്റുഡ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് സുവോളജി. സോ നമുക്കൊന്ന് നോക്കാം. Zoology makes huge impact on our world through scientific study of evolution, anatomy, physiology, behavior, habitats, etc. അതായത് നമുക്ക് എനിമൽസിന്റെ ആയാലും ഹ്യൂമൻസിന്റെ ആയാലും എല്ലാ കാര്യങ്ങളും സ്റ്റഡി ചെയ്യണം അല്ലേ. സയന്റിഫിക് ആയിട്ടുള്ള സ്റ്റഡിയാണ്. നമ്മൾ സയന്റിഫിക് സ്റ്റഡി എന്ന് പറയുമ്പോൾ തന്നെ എപ്പോഴും അത് പ്രൂവൺ ആയിരിക്കും. നമ്മളൊരു എവിഡൻസിനെ ബേസ് ചെയ്യുന്ന സ്റ്റഡിയാണ് സയൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഹ്യൂജ് ഇമ്പാക്റ്റ് ആണ് വേൾഡിൽ ഉണ്ടാക്കുന്നത്. എങ്ങനെ, ബൈ ദ സ്റ്റഡി ഓഫ് അനാട്ടമി, ഫിസിയോളജി, ബിഹേവിയർ, ഹാബിറ്റാറ്റ് ആൻഡ് ഹെൽത്ത് ഓഫ് ആനിമൽസ് ആൻഡ് ഹ്യൂമൻസ്. Okay, next, by studying animals, we develop a better understanding of how we ourselves function and interact with the world. നമ്മൾ പഠിക്കുമ്പോൾ ഫിസിയോളജി പഠിക്കുന്നു പറഞ്ഞു, അപ്പൊ നമുക്ക് തന്നെ മനസ്സിലാവും നമ്മൾ എങ്ങനെയൊക്കെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മളെ കുറിച്ചും നമുക്ക് വേൾഡിനെ കുറിച്ചിട്ടും നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ നമുക്ക് നാച്ചുറിനോടൊരു നാച്ചുറിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ തുടങ്ങും. അത്രയും നമ്മൾ അതിന്റെ അത്രയും ഓർഗാനിസംസ് ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് അതിനോടൊരു റെസ്പെക്ട് ഉണ്ടാവും. ദെൻ ടു അണ്ടർസ്റ്റാൻഡ് അനിമൽസ്, നമുക്ക് അനിമൽസിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കും. ടു അണ്ടർസ്റ്റാൻഡ് ദി ഇമ്പോർട്ടൻസ് ഓഫ് പ്രിസർവേഷൻ, എന്തൊക്കെ പ്രിസർവ് ചെയ്യണതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാം. ടു നോ മാൻസ് റോൾ ഇൻ നാച്ചർ, എന്താണ് നാച്ചുറലിലുള്ള മാൻ്റെ റോൾ എന്ന് മനസ്സിലാക്കാം. പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ടു സ്റ്റഡി ഹ്യൂമൻ ഡെവലപ്മെന്റ് സ്റ്റഡി ചെയ്യാൻ സാധിക്കും. സേവിങ് റയർ സ്പീഷീസുകളെ നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. ഇത്രയാണ് സുവോളജിയുടെ സിഗ്നിഫിക്കൻസ്. അപ്പോൾ നമുക്ക് സുവോളജി പഠിക്കുന്നതുകൊണ്ട് ഇത്രയും ഗുണങ്ങൾ നമ്മളെ നേച്ചറിനും അതുപോലെ നമുക്കും ഇത്രയും ഗുണങ്ങൾ കിട്ടുന്നുണ്ട്. ഹോപ്പ് യു ഹാവ് ഓൾ അണ്ടർസ്റ്റാൻഡ്.